നികുതി പലപ്പോഴും ഒരു സാമ്പത്തിക ബാധ്യതയായാണ് പലരും കണക്കാക്കുന്നത്. എന്നാൽ മികച്ച ടാക്സ് പ്ലാനിംഗ് ഇല്ലാത്തതാണ് നികുതിയെക്കുറിച്ചോർത്ത് പലരും സമ്മർദ്ദത്തിലാകാൻ കാരണം. സാമ്പത്തിക വർഷം അവസാനിക്കാറായ ഈ സമയം നിങ്ങളുടെ ടാക്സ് പ്ലാനിംഗ് ആരംഭിക്കാനുള്ള ശരിയായ സമയമാണ്. മാർച്ച് 31 അവസാനിക്കുന്ന സമയപരിധിക്ക് മുമ്പ് നികുതി ലാഭിക്കുന്നതിനുള്ള ശരിയായ നിക്ഷേപങ്ങളെക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടത് പ്രധാനമാണ്. പഴയ നികുതി വ്യവസ്ഥയ്ക്ക് കീഴിൽ സെക്ഷൻ 80C പ്രകാരം കുറഞ്ഞത് 1.5 ലക്ഷം രൂപയുടെ കിഴിവും സെക്ഷൻ 80CCD പ്രകാരം ദേശീയ പെൻഷൻ പദ്ധതിയുടെ സംഭാവനകൾക്ക് 50,000 രൂപയുടെ അധിക കിഴിവും ക്ലെയിം ചെയ്യാവുന്നതാണ്. ഇതുകൂടാതെ മെഡിക്കൽ ഇൻഷുറൻസ്, വിദ്യാഭ്യാസ, ഭവന വായ്പകൾ എന്നിവയ്ക്കുള്ള മുതൽ, പലിശ തുടങ്ങിയവയ്ക്കും കിഴിവുകളുണ്ട്. എന്നാൽ ഇക്കാര്യം എല്ലാവർക്കും അറിയില്ല. ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ നിക്ഷേപം നടത്തുന്നത് ഒഴിവാക്കണം. ഉദാഹരണത്തിന്, താൻ താമസിക്കുന്ന വീടിന്റെ ഭവന വായ്പ തിരിച്ചടയ്ക്കുകയാണെങ്കിൽ സെക്ഷൻ 24 പ്രകാരം പലിശ കിഴിവ് ലഭിക്കും. എന്നാൽ സെക്ഷൻ 80C പ്രകാരം EMIയുടെ സിംഹഭാഗത്തിനും കിഴിവ് ലഭിക്കും. നാഷണൽ സേവിംഗ്സ് സർട്ടിഫിക്കറ്റ് പ്രകാരം ക്ലെയിം ചെയ്യുന്ന പലിശയും നികുതിദായകന് അവകാശപ്പെടാവുന്നതാണ്. ഇവയെല്ലാം കൂട്ടിച്ചേർത്താൽ സെക്ഷൻ 80C പ്രകാരം തങ്ങൾക്ക് അവകാശപ്പെട്ട തുക 1.5 ലക്ഷം രൂപ കടന്നോ എന്ന് പരിശോധിക്കുക. കൃത്യമായ ആസൂത്രണത്തോടെ വേണം സാമ്പത്തിക പദ്ധതികളിൽ നിക്ഷേപം നടത്താൻ. നിക്ഷേപങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള അറിവുണ്ടായിരിക്കണം. ആജീവനാന്ത പരിരക്ഷയാണ് വേണ്ടതെങ്കിൽ ഇൻഷുറൻസ് പോളിസിയിൽ നിക്ഷേപം നടത്താം. റിട്ടയർമെന്റ് പ്ലാനാണ് വേണ്ടതെങ്കിൽ NPSൽ നിക്ഷേപിക്കാം. ദീർഘകാല നിക്ഷേപമാണ് വേണ്ടതെങ്കിൽ PPFൽ നിക്ഷേപം നടത്താം. അതിനാൽ നികുതി ലാഭിച്ചുകൊണ്ടുള്ള നിങ്ങളുടെ നിക്ഷേപം നിങ്ങളുടെ ഹ്രസ്വകാല, ദീർഘകാല നിക്ഷേപ ലക്ഷ്യങ്ങളെ ആശ്രയിച്ചായിരിക്കണം. നിക്ഷേപം നടത്തുന്നതിന് മുമ്പായി പോളിസികളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതും അവ വിലയിരുത്തേണ്ടതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഉദാഹരണത്തിന്, ലൈഫ് ഇൻഷുറൻസ് പോളിസി, അതിന് ദീർഘകാല നിക്ഷേപം ആവശ്യമാണ്. എന്നാൽ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് പോളിസി അവസാനിപ്പിക്കുന്നത് വലിയ നഷ്ടത്തിലേക്ക് നയിക്കും. ലൈഫ് ഇൻഷുറൻസ് എടുക്കേണ്ടതിന്റെ ആവശ്യകത, പ്രീമിയം പൂർണ്ണമായും അടയ്ക്കാനുള്ള നിങ്ങളുടെ ശേഷി എന്നിവയെല്ലാം വിലയിരുത്തേണ്ടതുണ്ട്. റിസ്ക് കൂടുതലുള്ള ഇടങ്ങളിൽ വലിയ തുക നിക്ഷേപിക്കുന്നത് ഒഴിവാക്കണം. കാരണം വിപണിയിലെ ഏറ്റക്കുറച്ചിലുകൾക്കനുസരിച്ച് അവയിൽ നിക്ഷേപിക്കുന്നത് വലിയ നഷ്ടത്തിന് വഴിവെച്ചേക്കാം. ഒറ്റയടിക്ക് പണം മുഴുവൻ ഒരിടത്ത് നിക്ഷേപിക്കരുത്. പകരം കയ്യിലുള്ള പണം വിഭജിച്ച് പലതിലായി നിക്ഷേപിക്കാം. ഇത് നികുതി ലാഭിക്കാൻ സഹായിക്കുന്നു.